പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നേരിട്ട് തന്നെ വന്നതിനൊരു കാരണം കേട്ടോ, നമ്മുടെ ജൂലിക്കുട്ടിയെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ വന്നത്. എന്നെ കുറേ പേര് എന്നെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാണാത്തവർക്കൊക്കെ എന്നെ കാണാം. ഇന്ന് മെയ് 1 തീയതി പള്ളിയിൽ പെരുന്നാളിനനുബന്ധിച്ചിട്ടും പിന്നെന്താ പറയുക, തൊഴിലാളി ദിനം. ഇന്ന് പള്ളിയിൽ നല്ല സദ്യയൊക്കെയാണ് കേട്ടോ, നിറയെ ആൾക്കാരൊക്കെയാണ്, ബഹളമൊക്കെ ഉണ്ട്. അപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എൻ്റെ മൈക്ക് നോക്കുമ്പോൾ കാണാമല്ലോ, എൻ്റെ മനസ്സ് ശരിയല്ല, ഒന്നും തപ്പിയെടുക്കാൻ പറ്റണില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, കാരണം മൈക്കൊന്നും ഇല്ല, ശബ്ദം ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടാവും. എന്താ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ജൂലിയെ പറ്റിയാണ്. അപ്പോൾ ജൂലി തിരിച്ചു വന്നു, ഇടയ്ക്ക് കാണും, ഇടയ്ക്ക് കാണാതാവും, അങ്ങനെയാണ് ജൂലിയുടെ അവസ്ഥ കേട്ടോ. അപ്പോൾ ജൂലിക്ക് എന്താ പറയുക, ജൂലിക്ക് നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടാണ് വന്നേക്കണത്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഒരുവിധം മരുന്നുകളൊക്കെ ഉണ്ട്, പൂച്ചകൾക്കൊക്കെ വേണ്ടി വാങ്ങിച്ച എല്ലാ മൃഗങ്ങൾക്കും ഒരു മരുന്നാണല്ലോ. അപ്പോൾ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് ചെല്ലുമ്പോൾ തന്നെ അവൾ ഇവിടെ നിൽക്കണേ ഇല്ല കേട്ടോ. കാലൊക്കെ വല്ലാണ്ട് തളർന്ന പോലെയാണ് കിടക്കണത്. ഇവിടുന്ന് ഇഴഞ്ഞും ഓടിയൊക്കെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകും. ആരോടും ഒരു താല്പര്യമില്ല, ആരുടെ അടുത്തേക്കും വരണില്ല, എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുകയാണ് പതിവ് ഇപ്പോൾ. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഫുഡ് കൊടുക്കുന്നുണ്ട്, ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അവൾ. പക്ഷേ ഒളിച്ചു നിൽക്കണം നമ്മൾ വെച്ച് കൊടുത്തിട്ട്. നമ്മളടുത്ത് ചെല്ലും അവളെ മരുന്നാക്കും, അല്ലെങ്കിൽ അവളെ നമ്മളെവിടേക്കെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നൊക്കെയുള്ള ചിന്തയാണ്. ഒരു മരുന്ന് അടിക്കാൻ പോലും സമ്മതിക്കണില്ല. പിന്നെ കുറേ പേര് സഹതാപമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അയ്യോ നിങ്ങൾ റെസ്ക്യൂ ചെയ്യും. ഒരാളും ഹെൽപ്പ് ചെയ്യാനില്ല കേട്ടോ, പറയാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ താഴെ വന്ന് എല്ലാവരും പറയും അയ്യോ കഷ്ടം, സങ്കടം എന്നൊക്കെ പറയും. പക്ഷേ ഒരാളും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇല്ല കേട്ടോ. എനിക്ക് അതിന് പറ്റിയൊരു അവസ്ഥയിലല്ല ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോളുടെ ഡെലിവറി ആവാറായിട്ടുണ്ട്, അവളെ നോക്കണം. എനിക്കിതിൻ്റെ പുറകെ നടക്കാൻ പറ്റില്ല. ഒന്നാമത്തെ തൈറോയിഡുള്ള ഒരു അസുഖമുള്ള ഒരാളാണ് ഞാൻ. ചെറിയ കാര്യങ്ങൾക്ക് പോലും എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കും. ഞാൻ രാത്രിയൊക്കെ ഉറങ്ങാതെ എനിക്കിപ്പോൾ തീരെ വയ്യാണ്ടായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പള്ളിയിൽ പോയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ കേട്ടോ, ഫുഡ് കഴിക്കാൻ പോയി. കാരണം ചെന്നില്ലെങ്കിൽ അവർ ഞങ്ങളുടെ പരിചയമുള്ളതുകൊണ്ട് വിളിക്കുകയും ചെയ്യും. അതുകൊണ്ടൊന്ന് കഴിക്കാൻ വേണ്ടി പോയിട്ട് പ്രസാദമല്ലേന്ന് വെച്ച് കഴിച്ചിട്ട് വന്നേ ഉള്ളൂ കേട്ടോ. ഒരു മനസ്സിനൊരു സുഖമില്ല, കാരണം നമുക്ക് അവളെ സംരക്ഷിക്കാൻ പറ്റണില്ല. അവളൊരു തെരുവ് നായി ആണെങ്കിൽ കൂടിയും ഇവിടെ എല്ലാവർക്കും സ്നേഹമുള്ളവരായിരുന്നു. പക്ഷേ അസുഖം വന്ന് ഇങ്ങനെയൊക്കെ ആയുമ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റണില്ല, കാരണം തൊടാൻ പോലും സമ്മതിക്കില്ല. അവൾ കടിക്കുന്നുള്ള പേടി എനിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. നമുക്ക് പട്ടികടി കിട്ടിയാൽ നമുക്കും പ്രശ്നമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾ അടുത്തേക്ക് പോലും വരണില്ല, ഏതെങ്കിലും കാട്ടിലെവിടെയെങ്കിലുമൊക്കെ പോയി ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവളുടെ സത്യം പറഞ്ഞാൽ അവൾ വരണ്ടായിരുന്നു എന്നായിപ്പോൾ ഇപ്പോൾ എനിക്ക് ചിന്ത. അവൾ വരട്ടെ എന്നൊക്കെ എല്ലാവരും എന്നെ ആശംസിച്ചു, അവരെല്ലാവരും പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു. പക്ഷെ വന്നപ്പോൾ അവൾ വരണ്ടാന്നായിപ്പോയി. വല്ലാതെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒന്ന് കാണാൻ പോലും സമ്മതിക്കില്ല, നോക്കാൻ പോലും സമ്മതിക്കില്ല. 1-2 പ്രാവശ്യം ഇവിടെ വന്നുള്ളൂ. വന്നു കഴിഞ്ഞപ്പോൾ ദൂരെ ഫുഡ് വെച്ചിട്ട് ഞാൻ ഒളിച്ച് നിൽക്കണം, അപ്പം മാത്രമേ അവൾ കഴിക്കാനായിട്ട് വരാൻ. ദൂരെ നിന്ന് അവൾ കിടക്കുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അല്ലാതെ അവൾ ഒന്നും സമ്മതിക്കില്ല. ഏത് വീട്ടിലുള്ളവരും പറഞ്ഞു നോക്കിയിട്ട് ഒന്നും സമ്മതിക്കണില്ല. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. 1-2 റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരെ എറണാകുളത്ത് ആരാന്ന് എനിക്ക് അറിയില്ല, വിളിച്ചിട്ട് ആരും ഫോൺ പോലും എടുത്തില്ല കേട്ടോ. ഈ റെസ്ക്യൂ ചെയ്യണവരൊക്കെ പറയണത് അവർക്ക് അവരുടെ ഷെൽട്ടറിൽ പോലും സ്ഥലമില്ല, വിടാനും സ്ഥലമില്ല. പിന്നെ ക്യാഷ് ചോദിക്കും. അതാണെങ്കിലും എൻ്റെ കൊടുക്കാനായിട്ട് ഇല്ല കേട്ടോ. ക്യാഷ് കൊടുക്കാനുള്ളൊരു അവസ്ഥയിലൊന്നും അല്ല ഞാനുള്ളത്. അപ്പോൾ അതെനിക്ക് സ്വന്തമായിട്ട് ജോലി പോലില്ലാത്ത ആളാണ്. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണോ എന്നൊക്കെ ഒരാൾ ചോദിച്ചു. ഒരേ ഒരു പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ കിട്ടണമെങ്കിൽ ധാരാളം ആൾക്കാർ കാണണം, ഷെയർ ചെയ്ത് പോകണം വീഡിയോ. എന്നാൽ മാത്രമേ ഡോളറൊക്കെ കയറുള്ളൂ. ഞാൻ ഷോർട്ട് വീഡിയോ മാത്രമേ ഇപ്പോൾ ഇടണുള്ളൂല്ലോ, അതുകൊണ്ട് ഒട്ടും അങ്ങനെ വളരെ സ്ലോ ആയിട്ടേ കയറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്യാഷൊന്നും കിട്ടണില്ല. ഇതിനെയൊക്കെ നമ്മൾ നന്നായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എല്ലാം ചെയ്യണമെങ്കിൽ ധാരാളം പൈസ, പിന്നെ ആളും കൂടെ വേണം കേട്ടോ. എനിക്കങ്ങനെ ആളും ഇല്ല, അതിന് പറ്റിയ സാഹചര്യമല്ല. എൻ്റെ അസുഖങ്ങൾ ഷുഗർ, പ്രഷർ, തൈറോയിഡ്, ശ്വാസം മുട്ട്, അസ്ഥി തേയൽ, അങ്ങനെ എല്ലാ അസുഖമുള്ള ആളാണ്. കണ്ടാൽ തോന്നില്ല എന്നേ ഉള്ളൂ, എല്ലാ അസുഖം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ മോനും എല്ലാവരും എന്നെ ചീത്ത പറയും. അവർക്കൊക്കെ ഇഷ്ടമാണ് മൃഗങ്ങളെ. പക്ഷേ അമ്മയുടെ ആരോഗ്യം നോക്കാതെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് പ്രശ്നമാവും എന്നാണ് അവർ പറയണത്. ഞങ്ങൾക്ക് അമ്മയാണ് ഏറ്റവും വലുത് എന്നാണ് അവർ പറയുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ എന്നെ ചീത്ത പറയുന്നത് കാരണം ഈ ജൂലിയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിട്ട് എന്നെ ഇപ്പോൾ ചീത്ത പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. അവൾ എങ്ങനെയെങ്കിലും ജീവിക്കണോ മരിക്കണോ എന്നിപ്പോൾ എനിക്കറിയില്ല. അവൾ സത്യം പറഞ്ഞാൽ അവൾ മരിക്കട്ടെ എന്നിപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ അവൾ കിടക്കണേക്കാൾ ഭേദം മരിക്കുകയാണ്. അവളെ സംരക്ഷിക്കാനോ നോക്കാനോ നമുക്ക് പറ്റാത്തൊരവസ്ഥ. വാടക വീട്, നമുക്കതിനുള്ള സൗകര്യമില്ല, ഒന്നുമില്ല. ഉടമസ്ഥനെ അതിനെ സമ്മതിക്കില്ല. അത് കാണുമ്പോൾ ഒരു വിഷമം. പിന്നെ എല്ലാവരും വന്ന് ഇവിടെ ഓരോരുത്തരും എന്നെ അറിയാത്തവർ പോലും എൻ്റെ വീട്ടിൽ വന്നിട്ട് അയ്യോ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തു എന്ന് മാത്രമല്ല, ഒരു തെറ്റാണോ അത്? അതുകൊണ്ട് എല്ലാവരും എൻ്റെ അടുത്തേക്ക് തന്നെ വരികയാണ്. എന്നാൽ ഒരാൾ ഹെൽപ്പ് ചെയ്യാനില്ല. നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് എൻ്റെ വീട്ടിലെ ആൾക്കാർ പറയണം, കേൾക്കാതെ ജീവിക്കാനായിട്ട് പറ്റില്ല. സ്വന്തമായി വരുമാനമുള്ള ആളല്ല കേട്ടോ. നല്ല സങ്കടമുണ്ട്, ഹൃദയം പൊട്ടിപ്പോണ വേദനയുണ്ട്. പക്ഷേ ഞാൻ അതെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. കാരണം എൻ്റെ അസുഖം എനിക്ക് പിടിച്ചാൽ കിട്ടാതായി പോകും. തൈറോയിഡ് ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞാൽ ചെറിയൊരു കാര്യം പോലും നിങ്ങൾ ആലോചിച്ച് വിഷമിക്കരുത്.
ഒരു ടി വിയിലോ പത്രത്തിലോ ഒക്കെ നിങ്ങൾ ഇങ്ങനത്തെ ഓരോരോ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ന്യൂസ് കാണുമ്പോൾ നിങ്ങൾ കാണരുത്. കണ്ടാൽ പിന്നെ അതുവരെ നിങ്ങൾക്ക് ഡിപ്രഷനിലേക്ക് പോകുന്നൊക്കെയാണ് പറഞ്ഞേക്കണം. അതുകൊണ്ട് ഞാൻ ഈ ഡോഗ്സിനെ തന്നെ പറ്റി ഓരോന്ന് കാണുമ്പോൾ ആ വീഡിയോ ഞാൻ സ്ക്രോൾ ചെയ്ത് പോകും. കാരണം എനിക്ക് കാണാനായിട്ട് വിഷമമാണ്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക, ഇനി ഞാൻ ആരെയും സ്നേഹിക്കണില്ല എന്ന് തന്നെ വിചാരിച്ചേക്കാം. ഇനിയിപ്പോൾ ഒരു മൃഗങ്ങളെ ഞാൻ സ്നേഹിക്കില്ല. സ്നേഹിക്കുമ്പോൾ നമുക്ക് ദുഃഖവും സങ്കടവും വിഷമവും വ്യസനവും ഒക്കെ മാത്രമേ കിട്ടുള്ളൂ. എല്ലാത്തിൻ്റെ അർത്ഥം ഒന്നാണെങ്കിലും എനിക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് തന്നെ അറിഞ്ഞുകൂടാ. അതുപോലത്തെ ഒരു സങ്കടാവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾ വരണ്ടായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് അവൾ വന്നു, പക്ഷെ അവൾ വരണ്ടായിരുന്നു എന്നായിപ്പോയി എനിക്ക്. കാരണം അത്രയ്ക്കും ഒരവസ്ഥയിൽ അവൾ വന്നേക്കണം. നമുക്കവളെ ഒരാളും അങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ചില ആൾക്കാർ വരും റെസ്ക്യൂ ചെയ്യാനൊക്കെ. പക്ഷെ അവർ ഒരാൾ അങ്ങനെയാണ് പറഞ്ഞത്, ചോദിക്കണം, പൈസ കൊടുക്കേണ്ടി വരും. അവർ ഏതൊരു ഡോഗിനെ റെസ്ക്യൂ ചെയ്തപ്പോൾ 10,000 രൂപ ചോദിച്ചപ്പോൾ അവർ കൊടുക്കേണ്ടി വന്നു. അവരുടെ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ മോനൊക്കെ ചീത്ത പറഞ്ഞു. അങ്ങനെ ചോദിച്ചാൽ എൻ്റെ ഒറ്റ കൊടുക്കാനായിട്ട് അങ്ങനെ രൂപ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? അപ്പോൾ അതുകൊണ്ട് നമുക്കതിനുള്ളൊരു അവസ്ഥയല്ല. ഓരോരുത്തർ റെസ്ക്യൂ ടീമിൻ്റെയും വീഡിയോ എടുത്ത് കാണുമ്പോൾ അവർ തന്നെ പറയേണ്ടത് ഞങ്ങൾക്ക് ഇവർക്ക് വാക്സിൻ എടുക്കാൻ പൈസയില്ല, ഫുഡ് കൊടുക്കാൻ പൈസയില്ല. ആ അവസ്ഥയിൽ എങ്ങനെയാണ് അവർ നമ്മുടെ ഡോഗിനെയും കൂടെ കൊണ്ടുപോകാം? നമ്മുടെയെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഈ തെരുവ് ഡോഗുകളെ എങ്ങനെ കൊണ്ടുപോകും? അപ്പോൾ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടത് പറയണമല്ലോ എനിക്ക്. കാരണം നിങ്ങൾ ജൂലിയെ പറ്റി അന്വേഷിക്കൂല. അതുകൊണ്ട് അവൾ വന്നിട്ടുണ്ട്. അവൾ മരിക്കുകയായിരുന്നു നല്ലത് എന്നാണ് ഇപ്പം എൻ്റെ ഒരു വിചാരം. അവൾ വന്നിട്ടുണ്ട്. അവളെ കാണാനൊന്നും പറ്റില്ല. വല്ല കാട്ടിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനെ കിടക്കും. രാവിലെ ചിലപ്പോൾ വന്ന് ഭക്ഷണം കഴിക്കും. ഞാൻ ഫുഡ് വെക്കും പുറത്ത്, ഉറുമ്പ് വരാത്ത രീതിയിലൊക്കെ ഫുഡ് വെക്കും. അവൾ ആരും കാണാത്തപ്പോൾ വന്ന് കഴിച്ചിട്ട് പോകും. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റണില്ല. ഒരു ചെറിയ വീഡിയോ കിട്ടിയിട്ടുണ്ട് അവൾ കിടക്കണത്. ആ വീഡിയോ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇനി ജൂലിയെ പറ്റി നിങ്ങൾ എന്നോട് ചോദിക്കരുത്. കാരണം എനിക്കത് പറയാൻ തോറും വിഷമം കൊണ്ട് എനിക്ക് ചിലപ്പോൾ അസുഖം വന്ന് ഞാൻ തന്നെ ഇല്ലാതായിപ്പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ജൂലിയെ പറ്റിയുള്ള അവസാനത്തെ വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. ജൂലിക്കുട്ടി അവിടേക്ക് ഇരുന്നോട്ടോ, അവിടേക്ക് എന്നോട്ടോ. ജൂലിക്കുട്ടി, ജൂലി.